തുറന്നിരിക്കും. നിന്റെ വരവും പ്രതീക്ഷിച്ച് വഴിക്കണ്ണുകളുമായി ഈ അപ്പൻ കാത്തിരിപ്പുണ്ടാവും. ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകം അനന്തം ഈ സ്നേഹം. ദൈവം നമുക്കത് നല്ല പ്രതിഫലവും നൽകുന്നുണ്ടല്ലോ. ഈ അടുത്തുമുള്ള ഒരു കൃഷിക്കാരൻ ഇങ്ങനെ നൂറുമേനി വിളവ് ലഭിക്കാറില്ല. എനിക്കിഷ്ടമില്ല. ഈ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന അപ്പന്റെ മുഖം കണ്ടല്ലേ ഞങ്ങൾ വളർന്നത്. ഞാനും ആ ശീലം തുടരുന്നു എന്നേ ഉള്ളൂ. അല്ല, നിന്റെ ഇളയവനെ കണ്ടില്ലല്ലോ. കുറച്ച് നാളുകളായി അവനിലെന്തോ മാറ്റം സംഭവിച്ചിരുന്നത് പോലെ ഒരു കാര്യത്തിൽ അവന് ശ്രദ്ധയില്ല. ശരിയാണ്, ദേഹവരെ പണിയെടുക്കുന്ന കാര്യം അവന് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ അത് സഹായിക്കാനോ ഈ വേലക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനോ ഒന്നിനും അവന് കഴിയില്ല. കൂട്ടുകാരത്തെ രസിച്ച് നടക്കുന്നതിനാണ് രൂപമന്റെ താല്പര്യം. പലരും പറയുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ എന്നോട് നേരത്തെ പറയണ്ട? നീ എന്തുകൊണ്ട് നിന്നു ഇതെല്ലാം മറച്ചു വെച്ചു? അപ്പനെ വിശ്വസിക്കുന്ന എന്ന് കരുതി മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയാൻ വരുന്നത്. തെറ്റുപറ്റുക സ്വാഭാവികമാണ്, അത് തിരുത്തി കൊടുക്കണം. തെറ്റുകൾ മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കും. അത് വളർന്ന് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെയാണ്. ശരി, നീ ഒന്നും സംസാരിക്കണ്ട. റൂബൻ, നീ ഇതുവരെ എവിടെയായിരുന്നു? നിന്റെ ജ്യേഷ്ഠൻ ഇവിടെ തനിയെ പണിയെടുക്കുന്നത് നീ കണ്ടില്ലേ? ഞാനിപ്പോൾ കൊച്ചുകുട്ടിയല്ലെന്ന കാര്യം അപ്പന ഓർക്കണം. എനിക്കും എന്റെ പ്രായത്തിലുള്ളവരോടൊപ്പം ഉല്ലസിച്ചാക്കണം. ആ സമയത്ത് വെട്ടയും കാച്ചു നടന്നാൽ എന്റെ ജീവിതമാണ് പാഴാകുന്നത്. ഈ വാക്കുകളേർക്കും മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. അധ്വാനിക്കാതെ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? ഈ മണ്ണിലാണ് ഞാൻ എൻ്റെ പിതാക്കന്മാരും ഉയർക്കൊഴുകിയത്. ഈ മണ്ണിലൂടെയാണ് ദൈവം നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകിയത്. അക്കാര്യം നീ സംസാരിക്കുന്നു. ഞാൻ എന്റെ കാര്യം പറഞ്ഞു വന്നേ ഉള്ളൂ. ഞാൻ അധ്വാനിച്ച് ഉയർക്കൊഴുക്കിയുണ്ടാക്കിയ ഈ കൃഷിയിടങ്ങളും സ്വത്തുക്കളും നിങ്ങളുടെ കൂടെ. അതുകൊണ്ട് നീ നിങ്ങൾ ജ്യേഷ്ഠനോടൊപ്പം കൃഷിയിടങ്ങളിൽ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ വിളവെടുക്കാം. അയാളോട് കൂടെയാണ് കൃഷി ഇറക്കാനും പണിയെടുക്കാനും ഞാനില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പന്റെ കൂടെ നിന്ന് എനിക്കും കൂടി അവകാശപ്പെട്ട സ്വത്തേക്ക് ശ്രമിക്കായ നീ എന്താ പറയുന്നത്? അപ്പനോട് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ? നിങ്ങളോട് എന്നെ ആദ്യപ്പെടുത്തി
വിഷമം സ്വാഭാവികമാണ്. അത് തിരുത്തി കൊടുക്കാനുള്ള ചുമതല നിനക്കുണ്ട്. അല്ലാതെ അതിങ്ങനെ വിളിച്ചുകൂടി നടക്കുകയല്ല വേണ്ടത്. പിന്നെ നിനക്ക് എന്ത് പറ്റി? എന്താണ് നിനക്ക് വേണ്ടത്? നീ എന്താ ചോദിച്ചത്? അതെ, എന്റെ ഭാഗം അപ്പന്റെ സ്വത്തിൽ എനിക്കുള്ള പങ്ക്. ഇനി അയാളോടൊപ്പം ഒരടിമയെ പോലെ കഴിയാൻ ഞാനില്ല. പിന്നെ നീ ചെറുപ്പമാണ്. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നോക്ക്, പിച്ച വെച്ച് നടക്കുന്നതിന് മുൻപ് തന്നെ ഈ കൈകളിൽ നിന്നെ ഏൽപ്പിച്ച് നിന്റെ അമ്മ കടന്നുപോയി. ആ നിമിഷം മുതൽ ഇന്ന് വരെ ഈ കരം പിടിച്ചാണ് നീ വളർന്നു വന്നത്. നിന്റെ ഇഷ്ടങ്ങൾക്ക് എന്നും ഞാൻ നിന്റെ ഈ ജ്യേഷ്ഠന് കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. എന്നിട്ടും നീ എന്തിനാ പോലെ? എനിക്കും മറ്റുള്ളവരെ പോലെ സ്വതന്ത്രമായി ജീവിക്കണം, സുഖമായി ജീവിക്കണം. എനിക്ക് പണം വേണം. അതുകൊണ്ട് എനിക്ക് എന്റെ ഭാഗം തന്നേ പറ്റും. ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോലെ മതി. ഭാഗം വെക്കലും അവകാശം തീർക്കലുമൊക്കെ എല്ലാം ചിന്തിച്ചു വെച്ച് തന്നെയാ ഞാൻ ആവശ്യപ്പെടുന്നത്. അപ്പനെ തടസ്സം നിൽക്കില്ല. എനിക്ക് എന്റെ ഭാഗം തന്നേക്കും. ഞാൻ പോയിക്കോളാം. ഇല്ല, നിന്റെ ഒരാഗ്രഹത്തിനും ഈ അപ്പൻ തടസ്സം വെക്കുകയില്ല. സോഫ, നീ അകത്ത് ചെന്നു പണപ്പെട്ടിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പ്രമാണങ്ങളും എടുത്തുകൊണ്ട് വരും. അവനുള്ളതെല്ലാം നീ ഞാൻ പറയുന്നത് കേൾക്കും. പോയി ചെന്ന് അതെല്ലാം എടുത്തുകൊണ്ട് വരും. പിന്നെ ഒരിക്കൽ കൂടി ഈ അപ്പൻ ചോദിക്കുകയാണ്, ഇത് വേണം? എല്ലാം നിന്റെ തെറ്റിദ്ധാരണകളാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള മുഴുവൻ സ്വത്തുക്കളും തുല്യമായി ഭാഗം ചെയ്തു. നേരത്തെ തന്നെ ഞാൻ പ്രമാണമാക്കിയിരുന്നു. എന്റെ കാലശേഷവും നിങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ അപ്പൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ടും എന്റെ കണക്കൂട്ടലുകൾ തെറ്റി. നീ തെറ്റിച്ചു. തന്ത്രപൂർവ്വം അപ്പന്റെ എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കാനുള്ള അയാളുടെ നീക്കങ്ങൾ ആരും അറിയില്ല എന്നാണ് ഞാൻ കരുതിയത്. മോനെ, ആരോ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. എനിക്കറിയാം, നിന്നെ കൂട്ടുകെട്ടാണ് ഇതിനെല്ലാം കാരണം. നിന്നെ നശിപ്പിക്കാൻ മാത്രമേ ആ കൂട്ടുകെട്ട് ഉപകരിക്കൂ. നിന്നെ തിന്മയുടെ വഴിയിലൂടെ നയിക്കുന്ന അവർക്ക് വേണ്ടത് നിന്റെ പണമാണ്. ഈ അപ്പൻ ഒരിക്കൽ കൂടി നിന്നോട് യാചിക്കുകയാണ്, നിന്റെ തീരുമാനങ്ങളിൽ നിന്ന് നീ പിന്മാറും. ഇല്ല, എനിക്കൊരു തീരുമാനമുണ്ട്. എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സംരക്ഷിക്കാനും നിങ്ങൾക്ക് നന്മയുണ്ടാക്കുവാനും മാത്രമാണ് ഈ അപ്പന്റെ താല്പര്യം. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കാൻ ഈ അപ്പന് സാധിക്കുകയില്ല. ഞാൻ തരുന്നു നിനക്കുള്ളതെല്ലാം. പിന്നെ ഒരു കാര്യം, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഈ വീടിന്റെ വാതിലുകൾ നിനക്കായി തുറന്നിട്ടിരിക്കും. നിന്റെ വരവ് പ്രതീക്ഷിച്ച് വഴിക്കണ്ണികളുമായി ഈ അപ്പൻ കാത്തിരിപ്പുണ്ടാവും. എടുത്തുകൊള്ളൂ, എല്ലാം എടുത്തുകൊള്ളൂ. ഇതാന്റെ ഔദാര്യമല്ല, എന്റെ അവകാശം. ഈ വീട്ടിലേക്ക് ഇനി ഞാനില്ല. എടാ, കുടിക്കാൻ പറ്റില്ലടാ. എന്നാ പോ.
ഇവരൊക്കെ നല്ല സൂര്യസുന്ദരിയാണ്. എന്തും നിനക്കായി തരാക്കി വരും. ജീവിതത്തെ സൗന്ദര്യം മുഴുവൻ നീ ആസ്വദിക്കും. ഇന്നലെ ഒരു ശപിക്കപ്പെട്ട ദിനങ്ങളെ ഞാൻ ഓർക്കുന്നു. ഈ ലോകസുഖങ്ങളെ ഈ നിമിഷങ്ങൾ ഇന്നലെ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇന്നിതാ അത് ലഭിച്ചിരിക്കുന്നു. നിങ്ങളാണ് കാരണക്കാർ. നിങ്ങൾക്കായി എന്തും നൽകാം, എന്തും ചെയ്യാം. ഞാൻ തരാം. പറയൂ, എന്താണ് നിങ്ങൾക്ക് വേണം? സുഖദായകമായ ദിവസങ്ങളെ നമുക്ക് വീണ്ടും ക്ഷമിക്കാം. ദിനരാത്രികളെ നമുക്ക് ഒന്നിപ്പിക്കാം. വരൂ, ഈ നിമിഷങ്ങളെ നമുക്ക് ആവോളം പകരാം.
ചാരേ. ഞാൻ മടങ്ങുകയാണ്. എന്നെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹമുള്ള പിതാവിലേക്ക് മടങ്ങുകയാണ്. പിതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കും. അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയെന്ന് ഏറ്റുപറയും. പ്രിയപ്പെട്ട ഞാൻ വരികയാണ്. എന്നോട് ക്ഷമിക്കൂ. അങ്ങയുടെ ഒരു കൃത്യനായെങ്കിൽ എന്നെ സ്വീകരിക്കൂ. ഇല്ല, അപ്പനെ സ്വീകരിക്കില്ല. എല്ലാ അവകാശങ്ങളും ഭാഗ്യം പോയ എന്നെ ഒരിക്കലും സ്വീകരിക്കില്ല. എന്നെ ഒരിക്കലും സ്വീകരിക്കില്ല. ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടായ ഈ വീടിന്റെ വാതിൽക്കൽ നിനക്കായി തുറന്നിരിക്കും. നിന്നെ വെറും പ്രതീക്ഷിച്ച് വഴിക്കണ്ണുമായി ഈ അപ്പൻ കാത്തിരിപ്പുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട അപ്പ, ഞാനിതാ വരികയാണ്. ഞാൻ വരികയാണ്. അനന്ത സ്നേഹത്തിൻ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു കഥയിലെ ധൂർത്തപുത്രൻ. അവൻ സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. ആ ദൂതൻ ഞാൻ സ്നേഹമായിരുന്നു. അനന്ത സ്നേഹത്തിൻ